ജോൺ റോബർട്ട്. ആ പെട്ടിങ് തരും. മോഷണത്തിൽ കൂട്ടുകച്ചവടം. ഞാൻ കള്ളനോ കൊലപാതകയോ അല്ല, ആകാൻ ആഗ്രഹവുമില്ല. പക്ഷേ എനിക്ക് പണത്തിന് അത്യാവശ്യമുണ്ട്. ആ പെട്ടിങ് തരും. തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങേണ്ടി വരും. നിനക്ക് വേണ്ടത് ഈ പെട്ടിയാണല്ലേ? നിനക്ക് ഞാൻ 5 മിനിറ്റ് സമയം തരും. ധൈര്യം ഉണ്ടെങ്കിൽ എടുക്ക്. Come on, take it, man. Take it. സമയം നോക്ക്. 5 minutes. Goodbye. എന്നെ വിശ്വസിക്കൂ, എന്റെ കുടുംബം തകരാതിരിക്കാൻ എനിക്കൊരു 5000 രൂപയെങ്കിലും തരൂ പ്ലീസ്. പോടാ അവിടുന്ന്. പോയി തെണ്ടാൻ നോക്ക് പ്ലീസ്. നീ ഇറങ്ങ. എന്നാ മണ്ണെണ്ണ തീർന്നു പോയ ഇറങ്ങാൻ. ഇതുപോലുള്ള ഏത് കിളവിനെ കണ്ടാലും അണ്ണ വണ്ടി നിർത്തുമല്ലോ. അണ്ണാ അതിന് പ്രാന്താണ്. ഇതിന്റെ ഓണർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. വാ. പോടാ. എല്ലാവരും പോടാ. എല്ലാവരും പോകാനാണ് പറഞ്ഞു. പോടാ. എന്റെ മക്കളെ ഓടിക്കാൻ വന്നിരിക്കുന്നു. വല്ല കാര്യമുണ്ടോ? വാങ്ങിച്ച് കിട്ടിക്കും. ഭ്രാന്തിക്ക് ഭക്ഷണം പിടിക്കാൻ പോയിട്ടല്ലേ? അതിന് പ്രാന്താണെന്ന്. എന്റെ മക്കളെ ഓടിക്കാൻ നീ ആരാടാ? എന്റെ മോനെ, മോനെ, എന്റെ മോനെ, എന്റെ മക്കളെ, മോനെ, ഇടാ, മോനെ, 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 ഭ്രാന്തി. ഇടാ, ഇടാ മോനെ, അയ്യോ ഇടാ, ഞമ്മക്കാ ഭ്രാന്ത്, ഇടാ, അയ്യോ എന്റെ മക്കളെ ഓടിച്ചു കളഞ്ഞല്ലോ, എന്റെ മോനെ. എന്നാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? കേട്ടതൊന്നും പോരെയായിരിക്കും. സാരമില്ല. മകൻ നഷ്ടപ്പെട്ടൊരമ്മയുടെ മാനസികാവസ്ഥയാണ്. എനിക്കത് മനസ്സിലാവും. അത് അണ്ണൻ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നത് കൊണ്ട് തോന്നുന്നതാ. എന്റെ അമ്മയും ഒരുപക്ഷെ ഇവരെ പോലെ എന്നെ തേടി അലയുന്നുണ്ട്. എന്റെ അമ്മയെ ഞാനിനി അന്വേഷിക്കാൻ ഒരിടവുമില്ല. അവരിപ്പോ എവിടെയാണോ? ഗോപി, എന്തോ ട്രിവാൻഡ്രം കോൾ ബുക്ക് ചെയ്തു. അവരത് ഉടനെ തരാന്ന് പറഞ്ഞു. എന്താ എന്നോട് പറയാത്തത്? മണി ഇപ്പൊ 8:10 ഇവിടെ മുഴുവനും പൊടി. ഇതൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞൂടെ? അയ്യോ കൊച്ചമ്മേ, ഞാനത് അമ്മണിയോട് പറഞ്ഞിരുന്നു. പറഞ്ഞാ പോരാ, ചെയ്യിപ്പിക്കണം. എന്നെ കാണാൻ പലരും വരുന്നതല്ലേ. ഹലോ, നമസ്കാരം. കൺഗ്രാറ്റുലേഷൻസ് ടു യു. താങ്ക് യു. ഇരിക്കണം. ലേഡീസ് ക്ലബിന്റെ പുതിയ പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ സോഷ്യൽ സർവീസിന് അതൊരു വഴിയെന്ന് മാത്രം. അമ്മേ,
എന്താ മോനെ? എനിക്ക് പുറത്തേക്കൊന്ന് പോകണമായിരുന്നു. എന്താ അത്ര അത്യാവശ്യം? ഒരു ഫ്രണ്ട് കാണാമെന്ന് പറഞ്ഞിരുന്നു. പോയിട്ട് വേഗം വരണം. മോനെ, മോനിവരെയൊക്കെ അറിയാമോ? എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വന്നിരിക്കുക. ഓ, അമ്മ ഇപ്പോ ലേഡീസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയില്ലേ? കൺഗ്രാറ്റുലേഷൻസ് മാം. താങ്ക് യു. ഓക്കെ മമ്മി. ഞാൻ മോഹന്റെ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. എന്തിന്? അമ്മയൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനോ നമ്മുടെ വിവാഹം വേഗം നടത്താൻ വേണ്ടി അമ്മയെ ഒന്ന് മണിയടിക്കാനോ? മണിയെടുത്തുള്ള കല്യാണമൊന്നും എനിക്ക് വേണ്ട. അത് കള. പ്രേമമാണോ? സത്യാഗ്രഹത്തിലേ കല്യാണം നടക്കൂ. എന്തായാലും ശരി, നിന്നെ ഞാൻ കെട്ടിയെടുത്തോണ്ട് പോകുന്നത് വരെ എന്റെ വീട്ടിൽ കയറി പോയിരുന്നു. ഇനി എന്നാണ് ഈ കെട്ടിയെടുപ്പ്? അത് പരീക്ഷയുടെ റിസൾട്ട് അറിയണം. ജയിച്ചാൽ ഉടൻ കല്യാണം. തോറ്റാലോ? കല്യാണം നീണ്ടു പോയത് തന്നെ. ദൈവമേ, അത് എനിക്കൊരു വലിയ പരീക്ഷയായല്ലോ. ഹേയ്, അതൊരു പരീക്ഷയൊന്നുമല്ല. കല്യാണമല്ലേ നീണ്ടുപോകും. മറ്റെല്ലാ കാര്യങ്ങളും അതിന്റെ മുറ പോലെ സമയം നടന്നിരിക്കും. നടക്കും. എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമല്ലോ? പോലീസ് കമ്മീഷണർ. എല്ലാം നിയമപരമായിട്ടേ നടക്കൂ. അപ്പോ അച്ഛനോട് ലോ പോയിന്റ് ചോദിച്ചിട്ടാണോ എനിക്കൊരു പ്രേമിച്ചത്? എന്തായാലും കൊള്ളാം. പെട്ടെന്ന് കല്യാണം നടത്തിയില്ലേ ഞാൻ മോഹനെ അറസ്റ്റ് ചെയ്യിച്ച് വീട്ടിൽ വെക്കും. അയ്യോ അയ്യോ, പോലീസും പട്ടാളം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പേടിയാ. ആരെങ്കിലും കാണും. സിഗരറ്റ് ഉണ്ടോ ഒന്ന് എടുക്കാൻ? ഇല്ല, ബീഡിയുണ്ട്. ബീഡിയെങ്കിലും ബീഡി. എന്തുണ്ടാ വാസു? ഇനി ഇങ്ങോട്ടൊക്കെ എന്നാണോ? എന്നാണെന്നോ? ഞാൻ അതുപോലെ ഇങ്ങ് വരും. പിന്നെ എന്റെ ഡ്രസ് ഒന്ന് കഴുകി വെച്ചേക്കണം, ആർക്കും കൊടുക്കരുത്. ആശാനെ ഇന്ന് തന്നെ റിലീസ് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ നാളുകൾ എണ്ണി കഴിയുമല്ലായിരുന്നോ? പിന്നെ എന്തുണ്ടാ വാസു വിശേഷങ്ങള്? ഓ, എന്തു വിശേഷം ആശാനെ. സത്യം പറഞ്ഞ ആശാൻ പോയതിനു ശേഷം എന്റെ സ്ഥിതി വളരെ കഷ്ടത്തിലായിരുന്നു. ആശാനെ, ആശാൻ ഇനി കാടാറ് മാസം നാടാറ് മാസമായിട്ട് അകത്തും പുറത്തുമായിട്ട് കഴിയണ്ട. ആശാന്റെ ആ ചേച്ചി ഉണ്ടല്ലോ, ഭാരതിയമ്മ, അയ്യോ പഴയ സ്ഥിതിയിലൊന്നും അല്ല ഇപ്പം. എന്ത് പറ്റി? മുമ്പ് കുറെ പണം മാത്രമല്ലേ ഉള്ളായിരുന്നു, ഇപ്പൊ എന്തെല്ലാം പദവികളാണെന്ന് അറിയാമോ? ഇനി ആശാനെ ധൈര്യമായിട്ട് ആരെയും വരട്ടാം. ചേച്ചി ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഒറ്റ പോലീസുകാരും തിരിഞ്ഞു നോക്കത്തില്ല. എന്ത് വേണം? ചാരായം കാശുണ്ടോ? ഇല്ല, ഞാൻ പാടാം. ഞാൻ ആടാം. ആടിയും പാടിയൊന്നും വേണ്ട. കാശില്ലെങ്കിൽ ഓടിയച്ചാ മതി. ഒരു ഡാൻസ് പാർട്ടി നടക്കുന്നു. ആ, ചേട്ടാ, ഇതൊരു നാശമായില്ല നിർത്താൻ. അല്ല, കുട്ടപ്പൻ ചേട്ടന്റെ കസ്റ്റമേഴ്സ് കൊള്ളാമല്ലോ. ഏതാടാ ഇതൊക്കെ? അറിയത്തില്ലയോ? നമ്മുടെ പുരാണത്തിലെ അർജുനൻ ചേട്ടനില്ലേ, അദ്ദേഹത്തിന്റെ പഴയ വേഷമാ. ഇതാ നോക്കിക്കേ. അപ്പൊ